ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തേത് നമ്മൾ ഈവനിങ്ങിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇന്ന് രാത്രി കേക്കിലെ ഫുഡ് ഞാൻ നൂഡിൽസായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടഫായിട്ട് തോന്നൽ ഈ പാത്രങ്ങളൊക്കെ കഴുകലാണല്ലോ. അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു സൂര്യ നൂഡിൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എത്ര മിനിറ്റ് ബോയിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വെള്ളം വെച്ചതിന് ശേഷം പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം തിളച്ചതിന് ശേഷമാണ് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു നൂഡിൽസ് ഇതിൻ്റെത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത വാടനെ ഇളക്കി കൊടുക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നാൽ ഇല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടിപ്പോവും. അത് ഓട്ടോമാറ്റിക് അതൊന്ന് സെപ്പറേറ്റ് ആയതിന് ശേഷമാണ് ഇളക്കി കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വെജിറ്റബിൾസും ഞാൻ ഇതുപോലെ സ്ലൈസായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ നല്ലോണം പീൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഒരു ക്യാരറ്റ് ഫുൾ എടുത്തതിന് ശേഷം നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ക്യാരറ്റിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ നീളത്തിൽ മുറിക്കാനെന്ന് വെച്ചാൽ കീറിട്ട് കൊടുക്കാൻ. അതിന് ശേഷം നമ്മൾ പീൽ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സ്ലൈസ് ആയിട്ടുള്ളത് കിട്ടും. അങ്ങനെയാണ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ചെയ്യൽ. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യാരറ്റൊക്കെ ഇങ്ങനെ അലിഞ്ഞു പോയ പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ചിക്കൻ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യണം. സാധാ പോലെ തന്നെ നോർമലി നമ്മൾ ചിക്കനും അതുപോലെ തന്നെ മുളകും ഉപ്പും ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നൂഡിൽസ് ആക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചിക്കൻ പൊരിക്കൽ. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് പൊരിക്കൽ. രണ്ടിനും വേറെ തന്നെ ഫ്ലേവറാണ്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും ടേസ്റ്റ് തോന്നൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നൂഡിൽസ് കറക്റ്റ് 5 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് കുക്കായി വന്നിട്ടുണ്ട്. ഓവർ കുക്കാവുമ്പോൾ അത് പൊടിഞ്ഞു പോവും. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വെള്ളം ഊറ്റിയതിന് ശേഷം കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് അത് സൈഡിൽ വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്കത് ചൂടാറിയിട്ട് വേണം ഇതിൻ്റെത്തേക്ക് ഇടാൻ. ചൂടോടിടുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടുകയും ചെയ്യില്ല. പിന്നെ നമ്മൾ ആദ്യമൊക്കെ പറയുന്നുണ്ട് നമ്മളിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതിന് പകരം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പച്ചവെള്ളം ഒന്ന് അതിൻ്റെ മുകളിലേക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാമെന്നും പറയുന്നുണ്ട്. ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായത്. അതിന് ശേഷം നമ്മൾ ഓരോ വെജിറ്റബിൾസും ഇങ്ങനെ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, വെളുത്തുള്ളിയൊന്നും ഇല്ല. അപ്പോൾ ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുത്ത് എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് എല്ലാ വെജീസും ഒന്ന് ടോസ്റ്റ് ചെയ്ത്, അതായത് നല്ലോണം കുക്കാവാണ്ട് ഒന്ന് നല്ലപോലെ തന്നെ, എന്നാലും ഒരു കുക്ക് നല്ലോണം കുറയാനും പാടില്ല. ആ ഒരളവിൽ നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനിവിടെ എൻ്റെ ചിക്കൻ അവിടെ നിന്ന് ഏകദേശം റെഡി ആവുന്നുണ്ട്. ആ സമയം കൊണ്ടാണ് ഞാൻ എല്ലാ വെജിറ്റബിൾസും കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു നൂഡിൽസിൻ്റെ കൂടെ ഇതുപോലെ ഒരു പാക്കറ്റ് കിട്ടും. അതും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയായിട്ട് പിന്നെ വേറൊന്നും ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു പാക്കറ്റിൽ തന്നെ നല്ല ഫ്ലേവറായിട്ടില്ലത് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനിവിടെ 2 എണ്ണം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു പാക്കറ്റിൽ 3 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഓവർ നല്ല സാധനമൊന്നും ആയിരിക്കില്ല വെച്ചിട്ട് ഞാൻ 2 പാക്കറ്റ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടും നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും കൂടെ ഞാൻ ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു സാധനം ഉണ്ടാക്കിയതിന് ശേഷം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ആ ഒരു സാധനം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടമാവും നൂഡിൽസൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി ഒന്ന് അതായത് ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് ആദ്യം ഇപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം മഗ്‌രിബിന് മുന്നേ ആണ് ഞാൻ മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഇശാ കൊടുത്ത ആ സമയത്തായിരുന്നു ഞാൻ ഈ ഒരു 2ഉം കൂടെ മിക്സാക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നാളെ സ്കൂളിലേക്ക് ഫ്രൈഡ് റൈസ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല എടുത്ത് വെക്കുന്നുണ്ട്. മോക്ക് ഇങ്ങനെ പച്ചക്കറിയൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ചിക്കനൊക്കെ മാക്സിമം എടുത്തിട്ട് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത്
അവിടെ ആയതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കി. അങ്ങനെ നമ്മൾ കഴിക്കാനായ സമയത്ത് കിച്ചണിൽ വന്ന് ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സാക്കാന്ന് വെച്ചായിരുന്നു. അപ്പം ഞാൻ പട്ടിണി ആവാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എൻ്റെ കൈ കിട്ടിയോണ്ട് നമ്മളെ ഫുഡ് താഴേക്ക് പോയിട്ടില്ല, ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഇന്ന് പട്ടിണി കിടക്കേണ്ടി വന്നേനെ. അപ്പം ഞാനിവിടെ കുറച്ച് മസാല സെപ്പറേറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. അപ്പോൾ കുറച്ച് നൂഡിൽസ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ബാക്കി മസാല ഇട്ട് കൊടുത്ത് എന്നിട്ട് ബാക്കിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാത്രത്തിൽ ഇത് മതിയാവില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഇവിടുന്ന് പാത്രം മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു വൈറ്റ് പാത്രം കുറച്ച് ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെത്തേക്ക് എനിക്ക് ഇളക്കാനൊക്കെ എളുപ്പം ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ വലിയ പാത്രത്തിലാണ്. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ അതിൻ്റെത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മോൻ അതിൻ്റെ അടുക്ക് തന്നെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാനൊന്നും അങ്ങനെ വലിയ വാശി പിടിച്ച് കരയാത്ത ഒരാളാണ്. ആൾക്ക് ഇങ്ങനെ എന്താ പറയുക, മോനിക്കിങ്ങനെ ഇങ്ങനെ ഓടി ഓടി കളിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക, അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ കിച്ചണിൻ്റെ അവസ്ഥയാണിത്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഞാൻ പാത്രം കഴുകുന്നതിന് മുമ്പേ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിക്ക് തുടച്ച് സെറ്റാക്കി വെക്കും. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ഒരു ദിവസം ചെയ്യും, 3 or 4, അതിൽ കുറയലില്ല. രാവിലത്തെ ഒരു കിച്ചൺ ക്ലീനിങ് ഉണ്ട്, സ്കൂളിലേക്ക് മോളയച്ചതിന് ശേഷം. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറെല്ലാം വെച്ചതിന് ശേഷം ഒന്നുണ്ട്. ചില ദിവസങ്ങളിൽ വൈകുന്നേരം എന്തെങ്കിലും കടികളൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ദിവസവും ഉണ്ട്, ആ വൈകുന്നേരം ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് അപ്പോഴും ഉണ്ട്. അപ്പോൾ രാത്രിയിൽ വൈകുന്നേരം കംപ്ലീറ്റ് ക്ലീനാക്കി വെച്ചതാണെങ്കിൽ രാത്രി വലിയ അതാപം ഉണ്ടാവില്ല. അപ്പോൾ വൈകുന്നേരം ആ ചായൻ്റെ കടിയാക്കിയതിന് ശേഷം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. രാത്രി കുറച്ച് പാത്രങ്ങളെ ഉണ്ടാവും. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൗണ്ടർ ടോപ്പ് കംപ്ലീറ്റ് തുടച്ച് ഇല്ല പാത്രങ്ങളൊക്കെ എടുത്തിട്ട് സിങ്കിലിട്ടതിന് ശേഷം മാത്രമേ എനിക്ക് പാത്രം കഴിക്കാൻ പറ്റൂ. അതായത് കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവും ഒക്കെ എന്താക്കണം, വൃത്തിക്ക് ക്ലീൻ ആക്കിയതിന് ശേഷമേ പാത്രം കഴുകുന്ന ഇഷ്ടമില്ല. അതിന് മുന്നായിട്ട് എനിക്ക് പാത്രം കഴുകിയ ഒരു തൃപ്തി കിട്ടില്ല. കാരണം അടിയൊക്കെ ആയിട്ട് ബാക്കി പാത്രങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ വീണ്ടും കഴുകേണ്ടി വരുമല്ലോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അപ്പുറത്തെ സൈഡ് വരെ കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കി ആ ഒരു ടൈം എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് വേണം കഴുകാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ എനിക്കൊരു തൃപ്തി കിട്ടില്ല. അങ്ങനെ എല്ലാ സൈഡും തുടച്ചതിന് ശേഷം ഈ ഒരു ഏരിയ ഇത്രയും നീറ്റായി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സിങ്കിലുള്ള പാത്രങ്ങളും കഴുകി തീർക്കണം. അപ്പോൾ നമുക്കൊരു കിച്ചൺ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ അടിയിൽ കബോർഡും ആക്കിയിട്ടില്ല. അപ്പോൾ പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം എല്ലാവരെയും ഫുഡിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് അപ്പോൾ നമ്മളിങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ആക്കുന്ന ദിവസം അപ്പോൾ ഉപ്പാനോട് ചോദിക്കും, ഉപ്പ കഴിക്കുമോ എന്ന് ചോദിക്കും. എന്നാലല്ലേ നമ്മൾ മെനക്കെട്ടിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും കഴിക്കുന്നുണ്ടെങ്കിലല്ലേ അതിനൊരു രസമില്ലോ. അപ്പോൾ ഉപ്പ ഉദ്ദേശിച്ചത് പാസ്ത ആയിരുന്നു. അപ്പോൾ ഉപ്പ നൂഡിൽസാന്ന് അറിഞ്ഞിട്ടില്ല. അങ്ങനെ മൂപ്പർക്ക് വേണ്ടാന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ 2 മക്കളും കഴിച്ചിട്ടില്ല. അവർ 2ആളും ചോറ് കഴിച്ച് ഉപ്പ പായസമാണ് കുടിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു നൂഡിൽസ് എനിക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ആക്കിയ പോലെ ആയിരുന്നു. നമ്മൾ 2ആളും രാവിലെയും ഒക്കെ കഴിച്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക.